ഹലോ അസ്സലാമലൈക്കും. കുറേ കാലമായിക്കണം ഉമ്മമാരുടെ അടുക്കളയൊക്കെ നിങ്ങൾ കണ്ണുമാൻ്റെ കൃഷി ഉണ്ടെങ്കിൽ ഇതാണ് ഉമ്മമാരുടെ കൃഷി. ഇപ്പം നല്ല ഇത് ചെറിയ ചേമ്പ്, ഇത് വലിയ ചേമ്പ് കണ്ടോ, ഇത് കപ്പ ഇതുണ്ടെങ്കിൽ ഇത് വലിയൊരു ഇനം ചേമ്പ് 10 കിലോനൊക്കെ കിട്ടും. അതിൻ്റെ ചുട്ടിൻ്റെ തണ്ട് എത്ര, ഇതിന് വളമൊന്നുമില്ല, നമ്മളെ പെരിയിലുണ്ടാകുന്ന വളമുള്ളൂ. നമ്മളെ വെണ്ണീര് അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കി നല്ലൊരു സൈസ് ചേമ്പ്. ഈ ചേമ്പാണ് ഏറ്റവും അടിപൊളിയൊരു ചേമ്പാണ്. ഈ കൃഷി ഉണ്ടല്ലോ, നമ്മൾ ഈ കപ്പ ഈ ഇതിൽ നട്ടാൽ, ചാക്കിൽ ഇങ്ങോട്ട് നട്ടാൽ ഒരു മുരടിന് പറിച്ച ഒരു 5 കിലോനൊക്കെ ഉണ്ട്. അതിന് അധികം ഉയരമൊന്നും വേണ്ട. നമ്മൾ ഈ അടുക്കള ഭാഗത്തൊക്കെ കുറച്ച് സ്ഥലം കിടക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണം. മഞ്ഞ വേണ്ട, ഇതുണ്ട് ഒരു മുരടിങ്ങനെ ഉണ്ട മഞ്ഞളാണ്. ഇങ്ങനെ ഉണ്ടായി കിട്ടിയാൽ നമുക്ക് നല്ല 1 കിലോ മഞ്ഞളൊക്കെ കിട്ടും. ഓരോ ഉണ്ട പറിക്കും. വളമൊന്നും ഇടണ്ട, നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റും ചീഞ്ഞൊക്കെ കൊണ്ടുവന്ന് പച്ചക്കറിയൊക്കെ ചെയ്ത്. ഇനി കണ്ട ഒരു ചീര നമ്മളെ ഇതുണ്ട്, പ്രഷറും ഷുഗറിനൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ എപ്പോഴും പല 2-3 പ്രാവശ്യമൊക്കെ കാട്ടിയിട്ടുണ്ട്. ഒരടുക്കള ഭാഗത്ത് നമുക്ക് കൃഷി ചേമ്പുന്നുണ്ട്, കപ്പ കണ്ട, കരിയേപ്പിൻ്റെ ഇല, അങ്ങനെ എല്ലാ തീരെ നമ്മൾ കുഴിച്ചിട്ടാ. ഇതൊരു പായാണ്, വാട്ടർ ഫ്രൂട്ട് പറഞ്ഞൊരു പായ. അതിന് തിന്നീലത് കൊണ്ട് കുഴിച്ചത് അതൊക്കെ വേഗം ഉണ്ടാവും. നമ്മൾ ഈ തൊടുവിലെല്ലാം ഞാൻ അങ്ങനെ കുഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ പെണ്ണുങ്ങൾ നമ്മളെല്ലാവരോടും പറയുന്നത്, കൂട്ടുകാരെല്ലാവരും കുഴിച്ചിടും. അപ്പോൾ ഈ കപ്പയൊക്കെ കണ്ടല്ലോ, ഇത്ര ഉണ്ടായാൽ മതി. അങ്ങനെ കുറച്ച് ഞാൻ നീളേറിയിട്ട് മുറിച്ച് കളയുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്യും. ഇനിയിപ്പത്തെ നമ്മളെന്നാ നീന്ത്രവായ ഒരു 3-4 അപ്പുറത്തൊക്കെ കുഴിച്ചിട്ട് കുഴക്കൽ തുടങ്ങി. പിന്നെ നല്ല ഇനം ഒരു മത്തൻ നമ്മൾ കിട്ടുന്നതൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കും. ഒരു വളമില്ലാത്ത സാധനം കിട്ടാൻ വേണ്ടി. പിന്നെ ഇപ്പോൾ നമുക്ക് വയസ്സുകാലമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കവുങ്ങൊക്കെ കുഴിച്ചിട്ടും കുറേ അടയ്ക്കൊക്കെ ഏത് കാലം വില ഉള്ളത്. അപ്പോൾ എല്ലാവരോടും പറയും, നമ്മൾ അടുക്കള ഭാഗത്തൊരു ലേശ സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ആവശ്യമായ പച്ചക്കറിയൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ ചേമ്പ് പീടി കിട്ടും, തണ്ടിട്ടൂല. അതേമാതിരി നമ്മൾ എല്ലാ സാധനം മത്തൻ്റെ ഇല ഒക്കെ നമ്മൾ വീട്ടിൽ കുഴിച്ചിട്ടുണ്ടാക്കണം. നമുക്കിതൊരു പണിയാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോ വിട്ടിട്ട്, ഇപ്പോൾ നമ്മളെ കുട്ടി വന്നപ്പോൾ വിട്ടതാണ്. ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു വായ കൊണ്ടു കുഴിച്ചിട്ടാണ്, മൈസൂർ വായ. നല്ല അടിപൊളി കണ്ട ഒരു വളമൊന്നും ഇടാതെ വളർത്തുന്നത്. ഇങ്ങനെ നമ്മൾ അടുക്കള ഭാഗത്തൊക്കെ നമ്മൾ വേസ്റ്റ് കിടക്കുന്ന സ്ഥലമൊക്കെ ഉപയോഗം. ഇപ്പോൾ ഒരു 3-4-5 കൊന്നി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പിരിച്ചു കുഴിച്ച്, ഇതൊക്കെ നമ്മളെ പണിയാണ്, ഇതൊക്കെ എൻ്റെ പണിയാണ്. പിന്നെ കൃഷി ഉണ്ടാക്കാൻ നോക്കാം. വേണ്ട അതേമാതിരി കണ്ട ചെറിയ ചേമ്പ് അങ്ങനെ ഉണ്ടായി കളിച്ച് നമുക്ക് ഒരു നേരം കൂട്ടാൻ വെക്കാം. എത്ര ആളുണ്ടെങ്കിലും ഉണ്ടാവും. പിന്നെ കാട്ടി വെക്കാം എല്ലാവരും കേട്ടോ. നമ്മളെ നീന്ത്രവാഴ കണ്ടോ, മേലെ വരെ നോക്കി ഇപ്പോൾ കൊലക്കാനായി. ഇങ്ങനെ നമ്മൾ എല്ലാ സാധനവും നമ്മളെ പറമ്പിലുണ്ടാക്കുക. ഇതിപ്പോൾ 8 സെൻറ്റ് സ്ഥലമുള്ളൂ. ആ സ്ഥലത്ത് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരോടും കുറേ കാലമായിട്ട് ഉമ്മ കുഴിച്ചിട്ടിട്ട്. മഞ്ഞൾ, അത് ചേമ്പിൻ്റെ വായിൻ്റെ കത്തിച്ച് മഞ്ഞളും എല്ലാവരും എല്ലാം കുഴിച്ചിടുക. അപ്പോൾ അങ്ങനെ എല്ലാവരോടും പറയാനുള്ളത്, എല്ലാ സ്ഥലത്തും കുഴിച്ചിട്ടുണ്ടാക്കി നമ്മളെ മക്കൾക്ക് ഒരു 3 മൂച്ച് ഇഷ്ടം പോലെ അതൊക്കെ ഇഷ്ടംപോലെ നോക്കണ്ട. എല്ലാവരും ഇങ്ങനെ ചെയ്യുക. കണ്ടോ, നമ്മളെ ചെടി നല്ലൊരു ചെടി ഒഴിഞ്ഞു പോയിരുന്നു ഇവിടെ. പിന്നെയും അങ്ങനെ കുഴിച്ചിടാം. ചെടിയൊന്നും കുറവില്ല, എല്ലാം കുഴിച്ചിട്ടുണ്ടാക്കാം. കണ്ടോ, ഇതിപ്പോൾ കല പുഴു ഉണ്ടാകും. അപ്പോൾ ഇത് കുറേ വെട്ടി വെച്ചു. ഇങ്ങനെ കൃഷി കണ്ടോ, ഒരു പുല്ല് കുറേ മുമ്പ് ഒഴിഞ്ഞു പോയതാണ്. പിന്നെ നമ്മളിതൊക്കെ ഉണ്ടാക്കി. നമ്മൾ വീടിൻ്റെ ചുറ്റുപുറം കൃഷി കണ്ടോ, റോസ് അത് കൊണ്ട് ഉണ്ട റോസിയായി വിരി. അപ്പോൾ ഉണ്ടാകാൻ തുടങ്ങുന്നുണ്ട്, മഴ കൊണ്ടേ കാരം. കണ്ടോ, ഒരു പുള്ളിച്ചേമ്പ്, ഇത് പുള്ളിച്ചേമ്പ്. ഇത് പിന്നെ ഒരു കളർ, ഇത് കണ്ടോ, ഒരു ഓലം, ഒരു വയലറ്റ് കളറുള്ളൊരു ഓലം. ഇത് കണ്ടോ, ഒരു പുള്ളി മഞ്ഞൾ പോലത്തെ ഒരു പുള്ളിയില, നല്ല രസം വലുതായി വരുമ്പോൾ. ഇത് കണ്ടോ, വള്ളിച്ചേമ്പ്. ഇത് നമ്മളൊരു കമുങ്ങ് പോലത്തെ ഒരു നല്ലൊരു ചെടി. ഇങ്ങനെല്ലാം കുഴിച്ചിട്ടുണ്ടാക്കണ്ട. വെള്ളച്ചേമ്പ് കണ്ടോ, ഇത് നല്ല രസമാണ് വെള്ളച്ചേമ്പ്. ഇതൊക്കെ ചേമ്പെന്നല്ല, അതൊരു ചെടി പോലത്തതാണ്. പിന്നെ നമ്മൾ ചെടികളൊക്കെ തന്നുണ്ടായി. നല്ല അടിപൊളി ഒരു ചെടി നമ്മൾ പണ്ട് വാങ്ങി കുറേ ഒഴിവാക്കിയത്. നല്ല അടിപൊളി, അത് വാങ്ങുമ്പോൾ തന്നെ നല്ല വിലയാണ് അതിന്.
ഇത് പിന്നെ നമുക്ക് പൈസ കേട്ടോ, ഇത് കുഴിച്ചിട്ടോളി, പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും. കുറവൊന്നുമില്ല, നമുക്ക് കുറേശ്ശൊക്കെ നമുക്കും ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് അതിലേറെ വേറെ ചേമ്പ് ചെടി, ഒരു 5-6 ചേമ്പ് ചെടിയുണ്ട്. എല്ലാ ചെടികളും എല്ലാവരും കണ്ട് നമ്മൾ ഇവിടെയാണ്, ഒരു വൈക്കടവിൽ നല്ലതാണ്. ഇതുണ്ടോ ഒരു നമ്മൾ സപ്പോർട്ട് ഉണ്ടോ, നല്ല ഇപ്പം ഉണ്ടാകുന്നുണ്ടോ സാറായിട്ട്, രാവിലെ ഉണ്ടാകാനായിക്കൂല. എല്ലാ കൊല്ലം 2-3 നല്ല സാറായിട്ട് കായ്ച്ചു. അങ്ങനെ നമ്മൾ കയ്യിൽ കിട്ടുന്നത് കണ്ടൊരു ഓല കണ്ടു, ഉള്ളി പോലത്തെ ഒരു ഓലയുണ്ട്, കളർ മഞ്ഞോല. ഇത് പുള്ളി ഇങ്ങനെ കൃഷി ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ചെടികൾ മുറ്റത്തിൻ്റെ ചുറ്റും വെച്ച് നമ്മുടെ കറുത്ത ചേമ്പല ചുക്ക് ചെടി ഉണ്ടല്ല, അടിപൊളിയായിട്ട് പൂവൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇതൊക്കെ ഈ പണീൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാക്കണം. ഇതിന് നമുക്കൊരു പ്രത്യേകത പോലെ കണ്ടോ, എല്ലാവരും ഒരു ഇത് കൊണ്ടുവച്ചത് ഇഷ്ടം പോലെ ഉണ്ടായി. അങ്ങനെ ഒരു കറുത്തൊരു ചേമ്പ് പോലത്തെ ഒരു നല്ലൊരു ഇല. ഇത് കുറേ ഇപ്പം നമുക്ക് ഇതിൽ ചെടികൾക്കൊക്കെ വളമൊക്കെ ഉണ്ടാക്കി നമ്മൾ കൃഷിയിൽ നിന്ന് നമ്മൾ പച്ചക്കറിയിൽ നിന്ന് ഇടുന്ന വളം. എന്നിട്ട് പുല്ലുണ്ടോ, നമ്മൾ മുറ്റത്തൊക്കെ ഉണ്ടാകണ പുല്ല്, പ്ലാസ്റ്റിക് പോലെ നമ്മൾ കട്ടൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാകണ പുല്ല്. ഇതൊക്കെ അമ്മമാരുടെ കൃഷിയാണ് മക്കളെ, അങ്ങനെ എല്ലാവരും ചെയ്യുക. പിന്നെ തുവക്കൊടിച്ച് ഇടത് നമ്മൾ പറിച്ച് കളയുക. നമ്മൾ ഇതിപ്പോൾ സപ്പോർട്ടുമ്പോൾ നല്ല ഉഷാറാക്കി കായ്ക്കണം, എല്ലാം ഉണ്ടാകുന്നുണ്ട്, അതിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ രാവിലെ പറിച്ച് കൊണ്ടുപോകുക, എന്തെങ്കിലുമൊക്കെ നല്ല കായ് ഉണ്ടാവും. അങ്ങനെ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യേണ്ടി. ഇപ്പോൾ ഇടലില്ല, ഒഴിവില്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ തുടങ്ങുകയാണ്. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.